പ്രണാമം. ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പഠനത്തിലാണ് നാം. ഇന്ന് നമുക്ക് മൂന്നാമത്തെ മന്ത്രമാണ് വിചാരം ചെയ്യേണ്ടത്. മന്ത്രവും തർജ്ജമയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അതിൻ്റെ അർത്ഥം, പദങ്ങളുടെ അർത്ഥത്തെ നമ്മൾ വിചാരം ചെയ്തു. അതിൻ്റെ പദച്ഛേദം നമ്മൾ പറഞ്ഞു. അതായാലും ശ്ലോകമെന്ന് ചൊല്ലി അതിൻ്റെ പദാർത്ഥങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കുസ്മി ചേച്ചി ഓഡിയോ അറിയാതെ ഓണായി പോകുന്നുണ്ട് കേട്ടോ. കുസ്മി ചേച്ചി കൈ തട്ടുമ്പോൾ ഓക്കെ. മൂന്നാമത്തെ മന്ത്രം അസുര്യാനാമതേ ലോകാഃ അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ. ആസുരം ലോകമൊന്നുണ്ടു കൂരിരുട്ടാലതാവൃതം മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു ഹൃദരായതിൽ. അസൂര്യ നാമ തേ ലോകാഃ. അസൂര്യ മീൻസ് അസുര സമ്പന്ന. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ നോട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. പദങ്ങളുടെ അർത്ഥം പറയുന്നത് ആരെങ്കിലും ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അസൂര്യ നാമ, അസുര സമ്പന്മാരുടേതായ അല്ലെ, അസുര സമ്പത്തി ഉള്ളവർ, അതായത് അസുര പ്രകൃതികളുടെ, ഇരുട്ട് നിറഞ്ഞ പ്രകാശരഹിതമായ ലോകമുള്ളവരുടെ, തേ ലോകാഹ ആ ലോകങ്ങള്, അന്ധേന തമസാ ആവൃതാഹ. അന്ധേന കൂരിരുട്ടിനെയാണ് അന്ധൻ എന്ന് പറയുക. അന്ധേന അതായത് അജ്ഞാന സ്വരൂപമായ ആ കൂരിരുട്ടിനാൽ ആവൃതാഹ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആസുര പ്രകൃതികളുടെ ലോകം എങ്ങനെയാണെന്ന് വെച്ചാൽ അജ്ഞാനത്താൽ, കൂരിരുട്ടാൽ മൂടപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതം ദുഃഖം നിറഞ്ഞതാണ്. അവിടെ ആനന്ദത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ കണികകൾ അല്പം പോലും ഇല്ല. യാതൊരുവനാണോ ആത്മഹനഹ ജനാഹ, അതായത് ആത്മഹന്താക്കളായിരിക്കുന്നവ, ആത്മഹത്യ ചെയ്യുക. വിശദീകരിക്കാതെ ആത്മാവിനെ, സ്വസ്വരൂപത്തെ അധപ്പതിച്ച് കളയിപ്പിക്കുന്നവരെയാണ് ആത്മഹന്താക്കൾ എന്ന് പറയുക. ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തെ തമസ്കരിക്കുന്നവർ ആത്മഹന്താക്കളായിരിക്കുന്നുവോ. തേ അവർ, പ്രേത്യ അതായത് ഈ തൽക്കാല ശരീരം, അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരം വിട്ടാൽ, ഈ തത്കാല ശരീരം വിട്ടാൽ താൻ അഭിഗച്ഛന്തി അവയെ പ്രാപിക്കുന്നു. അതായത് ഏതു ലോകമാണോ കൂരിരുട്ട് കൊണ്ട് നിറഞ്ഞ ലോകത്തെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്, ആ അജ്ഞാന സ്വരൂപമായ ലോകത്തേക്ക് തന്നെ അവർ കടന്നു പോകുന്നു എന്നർത്ഥം. അതായത് ആത്മസ്വരൂപത്തെ തെളിയിപ്പിക്കാതെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ജന്മത്തെ അധപതിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ പൊരുൾ. നമ്മൾ ഇന്നത് നമുക്ക് വ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ അസുരം എന്നു പേരായ ലോകങ്ങളുണ്ട്. അത് കൂരിരുട്ട് കൊണ്ട് മൂടപ്പെട്ടതാണ്. ആരാണോ, യാതൊരുവനാണോ ആത്മഹാദികളായിരിക്കുന്നത് അവർ തത്കാല ശരീരം വിട്ടാൽ കൂരിരുട്ട് നിറഞ്ഞ ആ ലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠ ജന്മം കിട്ടിയിട്ടും സ്വന്തം സ്വരൂപത്തെ തെളിയിക്കാതെ അതിനെ കൂടുതൽ അധപ്പതിപ്പിക്കുന്ന അവർക്കുള്ള ഒരു വാണിംഗ് ആണിത്. നന്നായി ജീവിക്കണം. എന്തിനാണ് മനുഷ്യജന്മം തന്നത്, അതെങ്ങനെ ജീവിക്കാനുള്ളതാണ് എന്ന് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപനിഷത്ത് ഋഷിയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തർജ്ജമയിലൂടെ ഗുരുവും നമ്മളോടത് പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്കിനി ഓരോ വാക്കുകളൊന്ന് വ്യാഖ്യാനിക്കാം, ഓരോ മന്ത്രത്തിലെ ഓരോ പദങ്ങളും. അപ്പോൾ അസൂര്യ നാമ തേ ലോകാഹ,
അർത്ഥമൊക്കെ എഴുതിയതാണ് നമ്മൾ. ആസുര സമ്പന്നന്മാരുടേതായ ലോകം, ആസുര പ്രകൃതികളുടേതായ ലോകം. അതായത് ഒന്നാമത്തെ മന്ത്രം ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തെ മന്ത്രം കർമ്മനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തെ മന്ത്രം അതായത് ഇതൊന്നുമല്ലാത്ത ആസുരിക സമ്പത്തിയിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇതിനപ്പുറമുള്ള മറ്റൊരു കാര്യമാണ് മൂന്നാം മന്ത്രത്തിൽ പറയുന്നത്. അത് നമുക്കുള്ള വാണിംഗാണ്. നമ്മൾ എങ്ങോട്ട് പോകണം, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ജന്മത്തെ അധപ്പതിപ്പിക്കണോ അതോ ശ്രേഷ്ഠമാക്കണോ, അത് നമ്മൾ തീരുമാനിക്കണം. ഇവിടെ പറയണ അസൂര്യ നാമ തേ ലോകാഹ, ലോകങ്ങളുണ്ടത്രേ. അത് ആസുരം പ്രകൃതികൾ ജീവിക്കുന്ന ലോകമുണ്ട്. അതാണ് ആസുര ലോകം എന്ന് പറയുക. അപ്പോ ഗുരു തർജ്ജമ ചെയ്തുകൊണ്ട് പറയാണ്, ആസുരം ലോകമൊന്നുണ്ട് ഊരിരുട്ടാലതാവൃതം. അല്ലേ? ആത്മബുദ്ധിക്ക് സങ്കോചം ഉണ്ടാകുമ്പോഴാണ് അജ്ഞാനം ഉണ്ടാകുന്നതെന്നും അതൊരു പിശാചിനെ പോലെ നമ്മളെ ഭയപ്പെടുത്തുന്നെന്നും ഒക്കെ ദർശനമാലയിൽ നമ്മളോട് പറഞ്ഞതാണ്. അതും ഉപനിഷത്ത് ദർശനം തന്നെയാണ്. ഇവിടെ പറയുകയാണ് ആസുരം എന്ന് ലോകമുണ്ടെന്ന്. അപ്പൊ നമുക്കൊരു സംശയം വരാം, ഈ സ്വർഗവും നരകത്തിനെയാണോ ഇങ്ങനെ പറയുന്ന ആസുരം ലോകം എന്ന്? ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ? ആസുരം എന്ന് പേരായൊരു ലോകം ഉണ്ടോ? ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്നൊക്കെ ഒരു സംശയം നമ്മളിലേക്ക് കടന്നു വരാം. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഏറെയുണ്ട്. ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടോ? സ്വർഗനരകങ്ങളുണ്ടോ? സ്വർഗനരകങ്ങൾ എന്ന് പറഞ്ഞാൽ കർമാനുസാരമായി നമ്മൾ എത്തിച്ചേരുന്ന അനുഭവത്തെയാണ് സ്വർഗനരകങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറയാണ്, ഈ ആസുരം ലോകമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം, മനുഷ്യലോകമുണ്ടോ? മനുഷ്യലോകമുണ്ടോ? ആസുരം ലോകം ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കിയാൽ അവരോടൊരു ചോദ്യം, മനുഷ്യലോകമുണ്ടോ? ഇനി അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ ആ മനുഷ്യലോകത്ത് നമ്മെ എത്തിച്ച നിയമം എന്താണ്? ധാരാളം ലോകങ്ങളില്ല ഇവിടെ. എന്തോരം ജീവജാലങ്ങൾക്ക് അവരവരുടെ ലോകമുണ്ട്. മനുഷ്യലോകമുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ മനുഷ്യനായി ജനിച്ച നാം ചിന്തിക്കണം, നമ്മെ ഈ മനുഷ്യലോകത്തേക്ക് എത്തിച്ച നിയമം എന്താണ്? ഏത് നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലാണ് നാം മനുഷ്യനായി ജനിച്ചത്? ഇതൊക്കെ കുറേ ചിന്താശകലങ്ങൾ ഇട്ടു തരികയാണ്. അത് മനസ്സിലിട്ട് തന്നെ ചിന്തിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അതായത് അവനവന്റെ സങ്കല്പാനുസരണമായ കർമ്മഗതിയാണ്. ചിന്തിക്കണം, അവനവന്റെ സങ്കല്പത്തിനനുസരിച്ച് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഗതിയാണ് അവനവന്റെ കർമ്മങ്ങളെയും ലോകത്തെയും തീരുമാനിക്കുന്നത്. അത് വലിയൊരു പോയിന്റാണ് ഉപനിഷത്ത് നമുക്ക് തരുന്നത്. അതായത് എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ അങ്ങ് ജീവിച്ചു പോയാൽ പോരാ. ഒരു നിയമസംഹിതയൊക്കെ ഉണ്ട് ഇവിടെ ജീവിക്കാൻ. പ്രത്യേകിച്ച് മനുഷ്യജന്മം കിട്ടിയ സ്ഥിതിക്ക് നീ വളരെയേറെ ശ്രദ്ധിക്കണം. അവനവൻ നിന്റെ ഓരോ നിമിഷവും നമ്മിലേക്ക് വരുന്ന സങ്കല്പങ്ങളെ നാം ശ്രദ്ധിക്കണം. അപ്പോ ആ സങ്കല്പത്തിന് അനുസരണമായ കർമ്മഗതിയാണ്, അതായത് അവനവന്റെ സങ്കല്പത്തിന് അനുസരണമായ കർമ്മഗതിയാണ് അവനവന്റെ കർമ്മത്തെയും ലോകത്തെയും തീരുമാനിക്കുന്നത്. അപ്പം നാം തന്നെയാണ് നമ്മുടെ സ്വർഗനരകങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതും തീരുമാനിക്കുന്നതും. അതിന് ഈശ്വരനെ പഴിക്കുന്നൊരു കാഴ്ച നമ്മൾ എപ്പോഴും കാണാം. എന്തിനാ ഭഗവാനെ ഇങ്ങനെ തന്നേ, എന്തിനാ ഭഗവാനെ ഇങ്ങനെ തന്നേന്ന്, അല്ലേ? ഭഗവാൻ ഒന്നും ആർക്കും ചീത്ത കാര്യങ്ങൾ തരില്ല, നല്ലതേ തരൂ. പക്ഷേ നിന്നിൽ ഇരുന്നിട്ട് നീ അത് തിരിച്ചറിയാതെ കടന്നുപോയില്ലേ? ആ ഈശ്വരനെ നീ തിരിച്ചറിയാതെ കടന്നുപോയി, എന്തൊക്കെയോ കൂട്ടിക്കൊണ്ടുപോയി അതും കൊണ്ട് വന്നു. അതാണ് സംഭവിച്ചേക്കുന്നത്. അതായത് അവനവന്റെ സങ്കല്പാനുസരണമായ കർമ്മഗതിയാണ് അവനവന്റെ കർമ്മത്തെയും ലോകത്തെയും തീരുമാനിക്കുന്നത് എന്നുള്ളൊരു പോയിന്റാണ്. അതായത് കർമ്മഗതി അനുസരിച്ച്
കാണപ്പെടുന്നത് എന്നാണ് ലോകം എന്ന വാക്കിനർത്ഥം. ലോകം എന്ന് പറഞ്ഞാൽ ആലോക്യത ഇതി ലോക എന്നാണ്, കാണപ്പെടുന്നത്. എങ്ങനെ കാണപ്പെടുന്നതാ? കർമ്മഗതി അനുസരിച്ച് കാണപ്പെടുന്നത് എന്നാണ് ലോക ശബ്ദത്തിനർത്ഥം. ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അത് മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ നമ്മുടേതായ ഒരു ലോകത്ത് ഇരിക്കുന്ന ആ ലോകത്തിന് എത്ര സത്യത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർമ്മഗതി അനുസരിച്ച് കാണപ്പെടുന്നത് എന്നാണ് ലോകശബ്ദത്തിന് അർത്ഥം. അപ്പൊ ലോകശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കാണപ്പെടുന്നത്. എങ്ങനെ കാണപ്പെടുന്നത്? അവനവന്റെ കർമ്മത്തിനനുസരിച്ചാണ് അവനവൻ ഓരോ ലോകങ്ങൾ കാണുന്നത്. അതായത് കർമ്മഗതി അനുഭവിക്കാനുള്ള അവസ്ഥയാകയാൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മം ഉണ്ടല്ലോ, ആ കർമ്മങ്ങളുടെ ഗതി അനുഭവിക്കേണ്ടതാണ്, നാം തന്നെ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ അനുഭവിക്കേണ്ട അവസ്ഥയാകയാൽ ജന്മങ്ങളെ തന്നെയാണ് ലോകങ്ങൾ എന്ന് വിളിക്കുക. അപ്പൊ ആസുരം ലോകം എന്ന് പറഞ്ഞില്ലേ, അത് സുരലോകം വേണോ അസുരലോകം വേണോ എന്ന് നമ്മൾ തീരുമാനിക്കണേ. അതായത് കർമ്മഗതി എന്ന് പറഞ്ഞത് അനുഭവ വിഷയമാകേണ്ടത് കൊണ്ട്, അനുഭവിക്കാനുള്ള അവസ്ഥയായതുകൊണ്ട് ജന്മങ്ങളെയാണ് ലോകങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഇവിടെ പോയിട്ട് അവിടെ ഒരു വലിയ നരകമുണ്ട്, അവിടെ ഇത്രയൊക്കെ ജീവികളുണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ അവിടെ ഇട്ട് തിളപ്പിച്ചതിലിട്ട് മുക്കും, ഇവിടെ തിളപ്പിച്ചതിലിട്ട് മുക്കും, അവിടെ ഇട്ട് ഉരുട്ടും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ ഉരുട്ടുന്നത് നീ നിന്നെ തന്നെയാണ്, അറിഞ്ഞോളണം. അപ്പോ ഈ ആസുര ലോകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നും കൂടി നമ്മൾ ഈ ശ്ലോകം കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് പോകണം. അതായത് ജന്മങ്ങളെയാണ് ലോകങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മനുഷ്യലോകമാണെങ്കിൽ അതും നമ്മുടെ കർമ്മത്തിന്റെ ഫലമായി നാം കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഈ ആസുര ലോകത്തെ നമുക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ പാലക്കാട് നെന്മാറയിൽ കണ്ടല്ലേ, ചെന്താമരയുടെ ഉള്ളിലൊരു ആസുര ലോകം ഉണ്ടായിരുന്നു. മനുഷ്യനെ കുത്തിയും കീറിയും കൊല്ലുമ്പോഴൊന്നും അവിടെ ദൈവികതയുടെ വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. പുറത്ത് നരകം തേടിയൊന്നും പോകണ്ട, നമ്മൾ പോകണ്ട. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ബാലരാമപുരത്ത് കുഞ്ഞിനെ അല്ലെ, കുഞ്ഞു കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ അസുരൻ ലോകത്തെ നമ്മൾ കണ്ടു. അസുരൻ ലോകം കാണണമെങ്കിൽ ഒരു ദിവസം പത്രം എടുത്തു വെച്ചാൽ മതി, അല്ലെങ്കിൽ വാർത്ത കേട്ടാൽ മതി. അതിനു മുമ്പ് നമ്മൾ കണ്ടാണല്ലോ കട്ടപ്പനയില് വീടിന്റെ അകത്ത് തന്നെ ഗൃഹനാഥനെ കുഴിച്ചിട്ടത്, കൊന്നിട്ട്. വെറും 4 വയസ്സുള്ള കുഞ്ഞിനെയാണ് കഴുത്ത് തിരുക്കിയിട്ട് കൊന്നു കളഞ്ഞത്. ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ ആസുരൻ ലോകങ്ങൾ തന്നെ. ജന്മം നൽകിയ കുഞ്ഞിനെ കാമവെറിയോടെ നോക്കുന്നവര്, ജന്മം നൽകിയ അച്ഛനമ്മമാരെ കൊല്ലുന്നവരെ നമുക്ക് കാണാം, മക്കളെ കൊല്ലുന്നവരെ നമുക്ക് കാണാം, അല്ലെ? ഇതൊക്കെ ഈ കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് ഈ ആസുരൻ ലോകത്തെ കാണാം. അത് കൂരിരുട്ടുകൊണ്ട് ആവൃതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കൂരിരുട്ട് നിറഞ്ഞ ലോകം സങ്കല്പിച്ചു കൊണ്ടുപോയത് ആരാ? അത് ഈശ്വരൻ വെച്ചതൊന്നുമല്ല. മുൻപിൻ വിചാരമില്ലാതെ സങ്കല്പിച്ചു കൂട്ടിയ ആ ആസുര കർമ്മങ്ങളാണ് നിന്നെ ആസുരൻ ലോകത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ളവരെ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യ ശരീരം കൈക്കൊണ്ട മൃഗജന്മങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധ്യമാവുള്ളൂ, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ മനുഷ്യ ശരീരത്തിലാണോ, മൃഗശരീരത്തിലാണോ, വൃക്ഷശരീരത്തിലാണോ, ഏതിലാണ് ഒരു ജീവൻ വ്യക്തരൂപം കൈക്കൊള്ളേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കർമ്മത്തിന്റെ സൂക്ഷ്മരൂപമായ സങ്കല്പമാണ്. അത് ഓർത്തോണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊരു സൂക്ഷ്മരൂപതയുണ്ട്. ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സങ്കല്പമായി നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട്, വാസനയായിട്ട്. എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്നോ അതിൻ്റെ എല്ലാം വാസന സൂക്ഷ്മരൂപത്തിൽ നമ്മളിലുണ്ട്. അതിൽ പ്രബലമായ വാസനയാണ് ജന്മമായി വരുന്നത്. അതനുസരിച്ചാണ് ഒരു ജീവൻ വ്യക്തരൂപം കൈക്കൊള്ളേണ്ടത്. ഏതിലാണ്? അതിന് മനുഷ്യരൂപത്തിൽ തന്നെയാണോ, അതിന് മൃഗജന്മത്തിലാണോ, അതോ ഒരു വൃക്ഷശരീരത്തിലാണോ,
ഒരു പക്ഷി ശരീരത്തിലാണോ, പാമ്പിൻ്റെ ലോകത്താണോ, പശുവിൻ്റെ ലോകത്താണോ, പക്ഷിയുടെ ലോകത്താണോ, അല്ലേ, ഏത് ലോകത്തിലാണ് ജീവൻ കൈക്കൊള്ളേണ്ടത് എന്നത്, ഇനി ലോകം സ്വീകരിക്കേണ്ടത് എന്നുള്ളത് കർമ്മത്തിൻ്റെ സൂക്ഷ്മരൂപമായ സങ്കല്പമാണ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഉപനിഷത്ത് ഋഷി പറയുകയാണ്, ആസുരം ലോകമൊന്നുണ്ട്, മനുഷ്യലോകം, അല്ലേ. ആസുരം ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യലോകം എന്ന ഒന്ന് ഉണ്ടോ? ഇന്ന് നാം അഭിമാനിക്കുന്ന മനുഷ്യലോകം, ആ ലോകത്തിനപ്പുറം ഒരു ലോകമില്ലേ? മനുഷ്യലോകത്തിൻ്റെ അപ്പുറം തന്നെ ഒരു ലോകമില്ലേ? അതായത് ജന്മത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യജന്മത്തിൻ്റെ കാരണം തിരയുന്ന ഋഷീശ്വരന്മാർ ഇതിനപ്പുറമുള്ള ഒരു പരമസത്യലോകത്തെക്കുറിച്ച് ലോകത്തിൽ അവർ എത്തിച്ചേരുന്നില്ലേ? അതായത് മനുഷ്യൻ അവൻ്റെ ദർശന പരിധിയെ, അത് വേണമെന്ന് കുറിക്കാം, മനുഷ്യൻ അവൻ്റെ ദർശന പരിധിയെ സാധന അനുഷ്ഠാനങ്ങളിൽ കൂടി പരിഷ്കരിക്കുമെങ്കിൽ, ഇപ്പൊ മനുഷ്യലോകം എന്ന് നമ്മൾ ഈ പറയുന്ന ഈ ലോകവും മാറിപ്പോകുന്നു പറയുക. മനുഷ്യലോകത്ത് തന്നെ സത്യത്തിൻ്റെ ഒരു ലോകമുണ്ട്. അതായത് മനുഷ്യൻ അവൻ്റെ ദർശന പരിധിയെ സാധന അനുഷ്ഠാനങ്ങളിൽ കൂടി പരിഷ്കരിക്കുമെങ്കിൽ സത്യാനുഭവത്തിൻ്റെ ഒരു ലോകം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഒരു കണ്ടെത്തിയ ലോകം സത്യാനുഭവത്തിൻ്റെ ലോകമല്ലേ? അതെങ്ങനെ കണ്ടെത്തിയ? ആ ദർശന പരിധിയെ, ഈ പുറം കാഴ്ചകൾ കാണുന്ന നാം ആ കാണുന്ന കാഴ്ചകളിലെ അകംപൊരുളിനെ ദർശിച്ചപ്പോൾ, കാണാത്ത പൊരുളിനെ ദർശിച്ചപ്പോൾ, ആ ദർശന പരിധിയെ സാധന അനുഷ്ഠാനങ്ങളിൽ കൂടി പരിഷ്കരിച്ചപ്പോൾ സത്യാനുഭവത്തിൻ്റെ ഒരു ലോകം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യലോകത്തിൽ ഇരിക്കുന്നവർ തന്നെ സത്യാനുഭവത്തിൻ്റെ ലോകം കണ്ടെത്തിയ ഋഷീശ്വരന്മാരുണ്ട്. അവരാണല്ലോ നമുക്കിത് എഴുതി തന്നിരിക്കുന്നത്, രചിച്ച് തന്നിരിക്കുന്നത്. അവരുടെ സത്യാനുഭവമാണല്ലോ ഈ ലോകം. അതാണ് പറയുന്നത്. അപ്പോൾ നാം കാണുന്ന മനുഷ്യലോകത്തിൽ തന്നെ സത്യാനുഭവത്തിൻ്റെ ഒരു ലോകമുണ്ട്, അല്ലേ? അത് ആ സത്യത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് ഗുരുക്കന്മാർ പറഞ്ഞത് ഈശാവാസ്യമിതം സർവം എന്ന് പ്രഖ്യാപിച്ചത്. മനുഷ്യലോകത്തിൽ തന്നെ സത്യാനുഭവത്തിൻ്റെ ലോകത്തെ സാക്ഷാത്കരിച്ച ഋഷിമാരാണ് ഈശാവാസ്യമിതം സർവം, ഇക്കാണുന്നതെല്ലാം അകവും പുറവും ഈശനാൽ വ്യസിക്കപ്പെട്ടതാണെന്നാണ് അവർ കണ്ടത്. നമ്മൾ കണ്ടത് എന്താ? ഇക്കാണുന്നതെല്ലാം ധാരാളം നാമരൂപാത്മകമായ അവസ്ഥയെ കൊണ്ട് നിറഞ്ഞതാണെന്നും ഞാൻ അതിലൊരാളാണെന്നും ഞാൻ ഈ ലോകത്ത് ഇതൊക്കെ അനുഭവിക്കേണ്ടവനാണെന്നും, അല്ലേ, ഞാൻ സമ്പന്നനാണെന്നും, അല്ലേ, ഞാനൊക്കെ ഇതിൻ്റെ ഉടമയാണെന്നും ഒക്കെ നമ്മൾ കണ്ടത്. നമ്മൾ ആ ലോകത്തായിരുന്നത്. പക്ഷേ സത്യദർശികളുടെ ലോകം വേറെയാണ്. മനുഷ്യലോകത്ത് തന്നെ ഇരുന്നു കൊണ്ട് അവർ സത്യത്തിൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിച്ചു. നിങ്ങൾ ഇതിനകത്തുനിന്ന് സാരവത്തായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പോയിന്റ് ഔട്ട് ചെയ്യുക കേട്ടോ. അതായത് നിരവധി ലോകങ്ങളുണ്ട്. നമ്മൾ കാണുന്ന മനുഷ്യലോകത്തിനപ്പുറം നിരവധി ലോകങ്ങളുണ്ട്. അതെന്തൊക്കെ ലോകം? മൃഗലോകമുണ്ട്, വൃക്ഷങ്ങൾക്കൊരു ലോകമുണ്ട്, പക്ഷികൾക്കൊരു ലോകമുണ്ട്, പാമ്പുകൾക്കൊരു ലോകമുണ്ട്. ഈ ലോകത്ത് ഓരോ ജീവികൾക്കും അവരവരുടേതായ ഒരു ലോകമുണ്ട്. അത് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ ഓരോ ലോകത്തും ജീവിവർഗങ്ങളുണ്ട്. മനുഷ്യലോകത്തിരിക്കുന്നവർ തന്നെ ആ മനുഷ്യലോകത്തിനപ്പുറമായ ഒരു സത്യലോകം കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണല്ലോ നമുക്കിതൊക്കെ പഠിക്കാനുള്ള അനുഭവം തന്നെ, അവസരം തന്നെ കിട്ടിയത്. അപ്പോൾ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. സങ്കല്പം ആസുരമായാൽ, നമ്മളിപ്പോൾ ഒരാളെ കഴുത്ത് ധരിച്ച് കൊന്നാലും സ്വാർത്ഥ സുഖം മാത്രം നോക്കിക്കൊണ്ട് എത്ര പേരെ കൊന്നിട്ടാലും മനസ്സിലൊരു വേദനയോ നീറ്റലോ ഇല്ല എങ്കിൽ ശരിക്കും ഒരു ആസുര പ്രകൃതി തന്നെയാണ്. അപ്പോൾ സങ്കല്പം ആസുരമായാൽ ആസുരമായ ലോകവും യാതനയും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല.
അത് ഓർത്തോളണം. എൻ്റെ സങ്കല്പം എത്ര ആസുരമാകുന്നുവോ അത്രയും നമ്മൾ യാതനകൾ അനുഭവിക്കേണ്ടി വരും, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇവിടെയില്ല. ഈ ജീവിത രഹസ്യമാണ് ഗുരു ഈ മന്ത്രത്തിലൂടെ പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മളുടെ സങ്കല്പം ആസുരമായാൽ ആസുരമായ ലോകവും യാതനയും അനുഭവിക്കേണ്ടി വരും എന്ന ജീവിത രഹസ്യമാണ് ഈ മന്ത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. മൂന്നാം മന്ത്രം പറഞ്ഞു വരുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ റിഫൈൻ ചെയ്യുക, പരിഷ്കരിക്കുക. ആ വരുന്ന വിചാരങ്ങളെ ഈശ്വരോന്മുഖമാക്കി ശുദ്ധീകരിക്കുക. കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതെ തൻ്റെ മുന്നിലേക്ക് വരുന്ന കർമ്മങ്ങളെ ഈശ്വര അർപ്പണമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കുക. എല്ലാം ഈശ്വരനാണെങ്കിൽ, എല്ലാതുമായിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ഞാൻ ആരാണ്? കർത്താവായിട്ടോ ഭോക്താവായിട്ടോ ഞാൻ എങ്ങനെയാണ് വരിക? ഈ ഒരു ചിന്ത നമ്മൾ പെട്ടെന്നൊന്നും നമുക്കത് വരില്ല. നമ്മളിത് സത്യത്തെ പറഞ്ഞ് 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 മനസ്സിനെ പഠിപ്പിക്കണം, ഉറപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും ദുഃഖിക്കുന്നത് എന്താ? നാളെ എനിക്ക് വരാവുന്ന ദുഃഖത്തെ ചിന്തിച്ച് നാളെ എനിക്ക് ആരുണ്ടെന്ന് കാണിക്കും. ഒരുവിധം പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ, എനിക്ക് ആരായിരിക്കും തുണയാനുണ്ടാവുക? അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ഈശ്വരാനുഗ്രഹത്തിന് പുറത്തായി പോയില്ലേ? ഇത്രയും നാളെ നമ്മൾ ജീവിച്ചു. നമ്മൾ ആര് കണ്ണിമ ചിമ്മാതെ നോക്കിയിട്ടാണ് നമ്മൾ ഇത്ര നാൾ ജീവിച്ചേ? എന്തെങ്കിലും ഒരു കുറവ് വന്നോ? പണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ ഒക്കെ കുറച്ച് കുറവുകൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ മനുഷ്യൻ്റെ കർമ്മഗതി അനുസരിച്ച് മാറ്റം ഉണ്ടെങ്കിലും നീ ഇന്നും ജീവിക്കുന്നില്ലേ ഇവിടെ? ഈശ്വര സൃഷ്ടമായി നാളെയും നീ ജീവിക്കും അല്ലേ? അതിന് ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ആ ഉറപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത്. ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പിന്നെ സങ്കടപ്പെടുന്നത്? നമ്മൾ എത്തേണ്ടതായ അതിലേക്കാട്ടോ. ഈശാവാസ്യോപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മൾ എത്തേണ്ടത് ആ ഒരു ഉറപ്പിലേക്കാണ്. ഭയമില്ലാതെ ജീവിക്കുക. എല്ലാത്തിലും ഈശ്വരൻ, ഞാനും ഈശ്വരനാണ്, സർവ്വതും ഈശ്വരനായിരിക്കുന്നു. ആ ഈശ്വര ചൈതന്യം ഇല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നീ ഒരിക്കലും തെരുവിൽ അലയുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഏകനായി പോവുകയോ അങ്ങനെയൊക്കെ നല്ല ചിന്തകൾ നിന്റെ ഉള്ളിലേക്ക് വേണ്ട. ഇപ്പം എങ്ങനെ ജീവിക്കുന്നു ആ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ തുറന്നു ഉണ്ടാവും എന്ന് നീ തന്നെ സങ്കല്പിച്ച് തീരുമാനിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് മാത്രമേ ഈ സത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. ജന്തുലോകത്തിന് ഒരു പുഴുവിനോ പാറ്റയ്ക്കോ പാമ്പിനോ പഴുതാരയ്ക്കോ ഒന്നും ചേതനമായ സത്യത്തെക്കുറിച്ച്, പരമസത്യത്തെക്കുറിച്ച് ഭാവന ചെയ്യാൻ പോലും കഴിയില്ല. ആലോചിച്ച് നോക്കിയേ. നമ്മൾ ചുമ്മാ ആലോചിച്ച് നോക്കൂ. അതുങ്ങൾക്ക് ആകെ അറിയാവുന്ന അതുങ്ങളുടെ വയറ് വിശപ്പിന് എരുതേടാൻ അറിയാം, ഇണ ചേരാൻ അറിയാം, കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അറിയാം. ഇതിനപ്പുറം അതുങ്ങൾക്ക് ഒന്നിനും പറ്റില്ല. അപ്പോൾ ഈ ആസുര ലോകത്തേക്ക് പോകരുത് എന്നാണ് നമുക്ക് ഋഷി പറഞ്ഞു തരുന്നത്. ചേതന സത്യത്തെക്കുറിച്ച് ഭാവന ചെയ്യാൻ പോലും മറ്റു ജന്തുക്കൾക്ക്, ജന്തുലോകത്തിന് സാധ്യമല്ല. ഉപനിഷത്ത് ആസുരം ലോകങ്ങൾ കൂരിരുട്ടുകൊണ്ട് മൂടിയതാണ് എന്ന് പറയുന്നു. ഈ ആസുരം ലോകത്തേക്ക് പതിക്കാതിരിക്കണമെങ്കിൽ നിശ്ചയമായും സത്യാന്വേഷണം നടത്തിയിരിക്കണം. നിനക്ക് മനുഷ്യജന്മം തന്നിട്ട് നീ എന്ത് ചെയ്തു? വെറുതെ ഒന്ന് ആലോചിച്ച്. ഇന്ന് കൊടുക്കേണ്ട ചോദ്യം അതാണ്. നിനക്ക് ശക്തിമത്തരമായ ഒരു അന്ധകരണം തന്നിട്ട് മനുഷ്യ ജീവിതം തന്നു. നീ എന്താ ചെയ്തേ? വിവാഹം ചെയ്തു, കുഞ്ഞുങ്ങളെ വളർത്തി, സമ്പത്തുണ്ടാക്കി. അതൊന്നും നിന്റെ ജന്മശ്രേഷ്ഠതയ്ക്ക് ഉപകരിക്കുന്നില്ല. നീ നിന്നെ സംബന്ധിച്ച സത്യം തിരഞ്ഞോ? അതാണ് ചോദ്യം. എന്തായാലും ഇവിടെ വരെയൊക്കെ നമ്മൾ എത്തപ്പെട്ടില്ലേ? ഈ ഉപനിഷത്ത് വാക്യങ്ങൾ വരെയൊക്കെ നമ്മൾ എത്തപ്പെട്ടില്ലേ? അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ നമുക്ക്. അപ്പോൾ ഗുരു പറയാണ്, അസുരിയാ നാമത്തെ ലോകാഹ അന്ധേന തമസാവൃതാഹ. അടുത്ത എഴുതിക്കോളൂ കേട്ടോ. അന്ധേന തമസാവൃതാഹ.
അന്ധേന തമസാവൃതാഹ, അജ്ഞാനരൂപമായ കൂരിരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആസുരൻ ലോകങ്ങളുടെ അവസ്ഥ കൂരിരുട്ട് കൊണ്ട് മൂടിയതാണ്. കൂരിരുട്ടാലതാവൃതം. ഗുരു പറയാണ്, കൂരിരുട്ട് കൊണ്ട് മൂടിയതാണ്. അവിടെ അല്പം പോലും പ്രകാശത്തിന്റെ കണികയ്ക്ക് വശമില്ല. തിരക്ക് പിടിച്ച് നമ്മുടെ ഓട്ടാണ്. എങ്ങോട്ടാ ഓടണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്തിനാ ഓടണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടമാണ് നമ്മുടെ ഓട്ടം. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത്തിരി നേരമെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഏകമായി ബസ്സിൽ സഞ്ചരിക്കുന്ന നേരത്തെങ്കിലും ഇത്തരത്തിൽ ആത്മീയ കാര്യങ്ങളെങ്കിലും ഒന്ന് ചുമ്മാ മനസ്സിലേക്ക് ചിന്തിച്ചെടുക്കുക. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ സത്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക, അന്വേഷിക്കുക. നമുക്ക് വേണ്ടി കിട്ടുന്നില്ലേ? പറഞ്ഞതിന്റെ ഓഡിയോ മ്യൂട്ട് അല്ലല്ലോ. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? അയ്യോ, എന്ത് പറ്റി? എന്റെ മ്യൂട്ട് ആയിക്കോട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാമോ? ആണോ? കേൾക്കാമോ? ഒരു മിനിറ്റ് ചേട്ടാ, നെറ്റ് പോയിട്ടുണ്ടാ? ഹലോ ചേട്ടാ, നെറ്റ് പോയിട്ടുണ്ടാ? ഒന്ന് വന്നേ. കേൾക്കാമോ? ആരുടെയെങ്കിലും ഓഡിയോ, മൈക്ക് അങ്ങനെയുള്ളതെല്ലാം ഒന്ന് ഓഫാക്കി വെക്കുമോ? നിങ്ങൾ ഇടയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായും ഈ സത്യത്തെക്കുറിച്ച് വിചാരം ചെയ്തിരിക്കണം. ആസുരൻ ലോകത്തേക്ക് പതിക്കാതിരിക്കണമെങ്കിൽ സത്യ അന്വേഷണം നടത്തണം എന്നാണ് പറഞ്ഞു വെച്ചത്. അതിനല്ലേ നമുക്ക് ഈ വാണി തരുന്നത്. അടുത്തത് പറഞ്ഞു, അന്ധേന തമസാവൃതാഹ. ആവൃതാഹ എന്ന് പറഞ്ഞാൽ എന്താ? മൂടപ്പെട്ടത്, പൊതിയപ്പെട്ടിരിക്കുന്നു. അകവും പുറവും നിറഞ്ഞിരിക്കുന്നതിനാണ് ആവൃതം എന്ന് പറയാ. പൊതിഞ്ഞിരിക്കുന്നതിനെ. എന്തുകൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്? അന്ധേന തമസ, കൂരിരുട്ടുകൊണ്ട് മൂടിയിരിക്കുന്നു. അസുരൻ ലോകം കൂരിരുട്ടുകൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പോ ഇവിടെ അസുരന്മാർ ആരാണ് എന്ന് ദേവീപ്രണാമ ദേവ്യഷ്ടകം വിചാരം ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആരാണ് അസുരന്മാര് എന്ന് ചോദിച്ചാൽ നമ്മളിൽ തന്നെയുള്ള കാലുഷ്യങ്ങളാണ് അസുരന്മാർ കേട്ടോ. അസുരന്മാർ ആരാന്ന് ചോദിച്ചാൽ നമ്മളിൽ തന്നെയുള്ള കാലുഷ്യങ്ങളാണ് അസുരന്മാർ. അന്ധേന, ഊരിരുട്ടുകൊണ്ട് മൂടിയിരിക്കുന്ന ആ ലോകം, അങ്ങനെയുള്ളവർ, ഈ അസുരന്മാർ നമ്മളിൽ തന്നെയുള്ള കാലുഷ്യങ്ങളാണ് നമ്മളെ കലുഷിതമാക്കുന്നത്. യഥാർത്ഥത്തിലുള്ള അസുരന്മാർ ജീവിക്കുന്നത് നമ്മളുടെ അന്തർലോകത്ത് തന്നെയാണ്, പുറത്തല്ല. പുറത്തുനിന്നൊരു അസുരന്മാർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുകയല്ല. നമ്മളിൽ തന്നെയുള്ള രാഗവും ദ്വേഷവും മലിന സംസ്കാരങ്ങളാണ്, അല്ലെങ്കിൽ കാലുഷ്യങ്ങളാണ് അസുരന്മാർ എന്ന് പറയുന്നത്. അതായത് ഈ അസുരന്മാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവസാനിക്കാത്ത ആഗ്രഹങ്ങൾ നമ്മിലുണ്ടാക്കി ഈ അസുരന്മാർ നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവസാനിക്കാത്ത ആഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് ഈ അസുരന്മാർ തന്നെയാണ്. നമ്മുടേതായ രാഗദ്വേഷാദികളും ഒക്കെ തന്നെയാണ്. അപ്പോൾ നല്ല കർമ്മങ്ങൾ തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു അഭ്യാസമായി തീരുന്നു. നല്ല കർമ്മങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് വാസനയാകുന്നു, അഭ്യാസമാകുന്നു, അത് സ്വഭാവമായി മാറുന്നു.
അപ്പോൾ എല്ലാ ഉപാസനയും ജപവും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ നമ്മളെ ആ സത്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദാനം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല ചിന്തകൾ ചെയ്യുക, അല്ലേ? ഇപ്പോൾ ഒരു ഗുരു പറയുന്ന പോലെ, ശ്രീനാഥധർമ്മത്തിൽ പറയുന്ന പോലെ, പഞ്ചശുദ്ധിയും പഞ്ചധർമ്മങ്ങളും പഞ്ചമഹായജ്ഞങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, സത്കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നു. സ്വഭാവം നമുക്ക് മാറ്റാം, സ്വരൂപത്തെ മാറ്റാൻ പറ്റില്ല. അത് ആദ്യം എഴുതി വെക്കണം. സ്വരൂപം മാറില്ല, സ്വരൂപം മാറ്റമില്ലാതെ നമ്മളിലുണ്ട്. മാറ്റം വരുന്നത് നമ്മുടെ സ്വഭാവമാണ്. വ്യക്തിത്വത്തിന് മാറ്റം വരാം, അസ്തിത്വത്തിന് മാറ്റം വരില്ല. നമ്മുടെയൊക്കെ വ്യക്തിത്വം എന്ന് പറഞ്ഞ് നമ്മൾ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, അതിന് മാറ്റം വരാം, അസ്തിത്വത്തിന് മാറ്റം വരില്ല എന്നർത്ഥം. ഇപ്പോൾ പഠിച്ച് ഉപനിഷത്ത് പഠിക്കണേ എന്തിനാന്ന് ചോദിച്ചാൽ വലിയ ആളാവാനാണോ? വലിയ ആളാവാണോ? വലിയ പണ്ഡിതയാകാനാണോ ഉപനിഷത്ത് പഠിക്കുന്നത്? എല്ലാവരുടെ വിചാരം അങ്ങനെയാ. എനിക്ക് കുറച്ച് ഉപനിഷത്തൊക്കെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ വലിയ പണ്ഡിതയാണെന്ന്, ആകാനാണെന്ന്. അതല്ല എൻ്റെ അർത്ഥം. ഉപനിഷത്ത് പഠിക്കുന്നത് ഉള്ളയാൾ അങ്ങോട്ട് പോകാനാ. ഇപ്പൊ ഞാൻ ആരൊക്കെയോ ആണെന്ന് കരുതി വെച്ചിട്ടുണ്ടല്ലോ, ആ ഉള്ള ആളെയും കൂടി അങ്ങ് കളയണം. അതിനാണ് ഉപനിഷത്ത് പഠിക്കുന്നത്, അല്ലാതെ പണ്ഡിതയാകാനല്ല. അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്തൊക്കെ എടുക്കുമ്പോൾ ആ ചിന്തയാണ് നമ്മളിലേക്ക് പോകണം. നമ്മൾ ആരൊക്കെയാണോ എന്നുള്ള വ്യക്തിത്വത്തെ ഇല്ലാതാക്കണം. എന്നിട്ട് ആ അസ്തിത്വത്തിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. വ്യക്തിത്വത്തിൽ നിന്ന് അസ്തിത്വത്തിലേക്കുള്ള, ഉണ്മയിലേക്കുള്ള, സ്വത്വത്തിലേക്കുള്ള യാത്രയാണ് ഉപനിഷത്ത് ഋഷിമാർ നമ്മളെ നയിക്കുന്ന യാത്ര. അതാണ് വ്യക്തിത്വത്തിൽ നിന്നും അസ്തിത്വത്തിലേക്കുള്ള യാത്ര, സ്വഭാവത്തിൽ നിന്നും സ്വരൂപത്തിലേക്കുള്ള യാത്ര. കാരണം സ്വഭാവം മാറുന്നതാ. ഇന്നലെ നമ്മുടെ സ്വഭാവം ആയിരുന്നില്ല ഇന്ന് നമ്മുടെ സ്വഭാവം. പണ്ട് നമ്മൾ നല്ല എല്ലാം വളരെ ആരെന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പം നമ്മൾ വളരെ ക്ഷമയാണ്, മാറി. പണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനമൊന്നും നമുക്കിപ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ സ്വഭാവം മാറും, സ്വരൂപം മാറില്ല. മാറുന്ന സ്വഭാവത്തിൽ മാറാത്ത ഒരു സ്വരൂപം നമ്മളിലുണ്ട് എന്നറിയണം. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ല കർമ്മങ്ങൾ തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു അഭ്യാസമായി മാറുകയും അത് സ്വഭാവമാവുകയും ചെയ്യും. നല്ല സ്വഭാവം വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് സദ് അഭ്യാസം ചെയ്യണം. സദ് അഭ്യാസം എന്ന് വെറുതെ കുറിച്ച് വയ്ക്കുക. സദ് അഭ്യാസം. സദ് അഭ്യാസം എങ്ങനെ ചെയ്യാം? അതായത് സ്വഭാവത്തിന് വശംവദരായി വീണ്ടും വീണ്ടും സത്കർമ്മങ്ങൾ ആവർത്തിക്കുക. ഇതിനെയാണ് സദ് അഭ്യാസം എന്ന് പറയുന്നത്. സത്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ് സദ് അഭ്യാസം എന്ന് പറയുന്നത്. ഇനി അസദ് അഭ്യാസമുണ്ട്. അസദ് അഭ്യാസം ഈ ആസുര ലോകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം പഠിക്കുന്നത്. അസദ് അഭ്യാസം. അസദ് അഭ്യാസം അതായത് ദൂഷ്യവശങ്ങളെ, വീണ്ടും വീണ്ടും തെറ്റുകളെ ചെയ്ത് മനസ്സിനെ ഇരുട്ടാക്കുന്നതാണ് അസദ് അഭ്യാസം. സത്യം എന്ന് പറഞ്ഞാൽ സത്യം, അസത്യം എന്ന് പറഞ്ഞാൽ അസത്യം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? കാലുഷ്യങ്ങളെ വീണ്ടും വീണ്ടും ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നതാണ് അസദ് അഭ്യാസം. തെറ്റായ കർമ്മങ്ങൾ അഥവാ ആത്മവിരോധിയായ കർമ്മങ്ങൾ ആവർത്തിക്കുന്നതാണ് അസദഭ്യാസം. സദഭ്യാസമുണ്ട്, അസദഭ്യാസമുണ്ട്. സദഭ്യാസമാണ് ചെയ്യേണ്ടത്, അസദഭ്യാസം ഉപേക്ഷിക്കണം. ചെയ്തുപോയ കർമ്മങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പപേക്ഷിക്കുക നമ്മളോട് തന്നെ. അതായത് ആത്മവിരോധിയായ കർമ്മങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് സ്വഭാവമായി തീരുന്നു. വീണ്ടും വീണ്ടും അത് തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് തരുന്നു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം.
അതുകൊണ്ട് വെറുതെ ആ ശ്ലോകം ഒന്ന് കുറിച്ച് വെച്ചാൽ ഒരുവന് നല്ലതും അന്യനല്ലലും ചേർക്കൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടയണം. പരനു പരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഈ എരി നരകാബ്ദിയാണ് ആസുരൻ ലോകം. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഈ എരിനരകാബ്ദിയിൽ കൊണ്ടിട്ട് എരിപ്പിക്കുന്നത് ഒരു സെക്കൻഡ് പേഴ്സൺ ഒരെണ്ണം അവിടെ നിൽപ്പില്ല. നമ്മൾ തന്നെയാണ് നമ്മളെ എരിയിക്കാൻ പോണത്, സംശയമൊന്നുമില്ല അവിടെ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, തെറ്റായ കർമ്മങ്ങൾ. ഇപ്പോൾ ഒരാൾ മദ്യപാനിയാണ്, മദ്യപാന സ്വഭാവമുണ്ട്, വീണ്ടും 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 മദ്യപാനത്തിലേക്ക് പോകുമ്പോൾ അതവനെ കൂരിരുട്ടിലേക്ക് കൊണ്ടുപോകും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ പറയാറില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അതെൻ്റെ ശീലമായി പോയി, എനിക്ക് പറ്റുന്നില്ല പറയാറുണ്ട് അല്ലേ. അതുപോലെ മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിലും, ഇതുപോലെ മദ്യം കഴിക്കുന്നവരാണെങ്കിലും, പുകവലിക്കുന്നവരാണെങ്കിലും, പരദൂഷണം പറയുന്നവരാണെങ്കിലും, മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിലും, കള്ളത്തരം ചെയ്യുന്നവരാണെങ്കിലും അതങ്ങനെ ചെയ്ത് 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 അതൊരു സ്വഭാവമായി മാറുകയും അത് കൂരിരുട്ടായി അവൻ്റെ കൂടെ കൂടുകയും അവൻ ആസുരൻ ലോകത്തേക്ക് പതിക്കുകയും ചെയ്തു. സംശയമൊന്നുമില്ല. അപ്പോൾ ബേസിക്കലി ചെയ്യേണ്ടത് സദഭ്യാസം കൊണ്ട് ആത്മസ്വരൂപത്തെ ഇരുളിൽ ആഴ്ത്താതെ തെളിമയുള്ളതാകുക. ഒരു പറഞ്ഞില്ലേ, 1000 തരം ഇരുണ്ട ആശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും. 1000 തരത്തിൽ ഇരുളുമില്ലാതെ, ഓരോ ആശയങ്ങളിലും കുടുങ്ങി ചുരുളാതെ തനിമയോടുകൂടി ആ സ്വത്വത്തെ കാത്തു രക്ഷിക്കാൻ നമ്മുടെ ജീവിത മാർഗം, ജീവിത വീഥികൾ പ്രകാശമാനമാക്കി മുന്നേറുക. ചീത്ത വിചാരം വരുമ്പോൾ തന്നെ തള്ളി കളഞ്ഞേക്കുക, അത് വാസനയാകാതിരിക്കട്ടെ. അപ്പോൾ ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അവനറിയാം അവൻ ചെയ്യുന്ന ജോലി, അവൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ഹീനമാണെന്ന് അല്ലേ. അപ്പോൾ അത് വിഷയാസക്തി കൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് കുറിക്കാവുന്ന ഇതാണ്, വിഷയാസക്തി കൊണ്ട്, വിഷയാസക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളോടുള്ള ആ അമിത ആസക്തി കൊണ്ട് പുനരാവർത്തിക്ക് ഹേതുവായി. പുനരാവർത്തി എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനു വേണ്ടി നമ്മൾ ജനിക്കുകയാണ്. പുനരാവർത്തി എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുക. വിഷയാസക്തി കൊണ്ട് പുനരാവർത്തിക്ക് ഹേതുഭൂതമായി, പുനരാവർത്തിക്ക് കാരണമായി തീരുന്ന ജന്മം തന്നെയാണ് ആസുരം ലോകം. വിഷയാസക്തി കൊണ്ട് പുനരാവർത്തിക്ക് ഹേതുഭൂതമായി തീരുന്ന ലോകം തന്നെയാണ്, ജന്മം തന്നെയാണ് ആസുരൻ ലോകം. ആസുരൻ ലോകം എന്താണെന്ന് ചോദിച്ചാൽ വിഷയാസക്തിയിൽ നിന്നുണ്ടായതാണ് ആസുരൻ ലോകം. അപ്പോൾ തീർച്ചയായും പുനരാവർത്തി ഉണ്ടാവും. ആ പുനരാവർത്തി നീ എന്ത് വിഷയത്തിലാണോ അഭിനമിച്ചിരുന്നത് ആ ലോകത്ത് തന്നെയായിരിക്കും നീ വരിക. ഒരാളെ കൊല്ലണമെന്ന് നീ മനസ്സിൽ കരുതി കൂട്ടി എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, ആ ആസുരൻ ലോകത്തേക്കായിരിക്കും നീ ഇനിയും വരിക. ആ സങ്കല്പങ്ങളും വാസനയുമായി പോകാതിരിക്കുക. ഇവിടെ വെച്ച് തന്നെ അത് ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ശുദ്ധമാക്കാൻ ശ്രമിക്കുക. ഓരോ നിമിഷവും മനുഷ്യ ജീവിതത്തെ സാർത്ഥകമാക്കാൻ ശ്രമിക്കുക. അതായത് അജ്ഞാനത്തിൻ്റെ മോഹവലയത്തിൽപ്പെട്ട്, അറിവില്ലായ്മ കൊണ്ടാണത്. ഈ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഒന്നുണ്ട്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പോലും അറിയാത്ത എത്രയോ, ഒരു 100-ൽ ഒരു പറയാ ജീവനുണ്ട്, ആത്മാവുണ്ടെന്നൊക്കെ പറയാം, അതെന്താണെന്ന് അറിയാത്ത മനുഷ്യരാണ് ഈ ലോകത്തുള്ളവരിൽ ഭൂരിഭാഗവും അല്ലേ. ആത്മസ്വരൂപത്തെ ഒന്ന് ചിന്തിക്കാനോ അറിയാനോ ഭാഗ്യമില്ലാത്തവരെന്നേ പറയുള്ളൂ. ഭാഗ്യമില്ലാത്തവരാണ് മനുഷ്യരായി ജനിച്ചിട്ടും ആ ശ്രേഷ്ഠതയെ അറിയാത്തവർ. അപ്പോൾ അജ്ഞാനത്തിൻ്റെ മോഹവലയത്തിൽ പെട്ടിട്ട് യഥാർത്ഥ തത്വത്തെ, ഈശ്വര സത്യത്തെ കണ്ടറിയാനുള്ള കഴിവ് അവിടെ ഇല്ലാത്തതിനാൽ അവൻ ഗാഢ അന്ധകാരത്തിൽ പെട്ടുപോകും. അതായത് അറിവില്ലായ്മ കൊണ്ട് കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്നു എന്നർത്ഥം.
ചില ആളുകൾ പറയാറില്ല, അവരുടെയൊക്കെ ജീവിത സ്വപ്നങ്ങളും ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വെറുതെ ഒന്നും ഈ സത്യമൊക്കെ പഠിച്ചിട്ട് ഒന്ന് കുറച്ച് മാറി ഇരുന്ന് ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് കേട്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് തന്നെ ചിരി വരും. അപ്പോൾ അതാണ് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊങ്ങച്ചം പറച്ചിലൊക്കെ നമ്മുടെ നിൽക്കും അല്ലേ. ഓടിക്കൂട്ടാനുള്ള ത്വരയും നിൽക്കും, വാരിക്കൂട്ടാനുള്ള ത്വരയും നിൽക്കും. ശാന്തമായി ഇരുന്നാൽ മതി എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ. ആ ശാന്തത കൈവന്നിട്ടുണ്ടെങ്കിൽ അത് പണക്കാർക്കൊന്നും കിട്ടുന്നതല്ല കേട്ടോ. പണം വാരാൻ വേണ്ടി ഓടി നടക്കുന്നവർക്കൊന്നും ഒരിക്കലും കിട്ടുന്നതല്ല ഈ ശാന്തത. നമ്മൾ വിചാരിക്കും വലിയ സമ്പന്നരാണ്, കോടീശ്വരനാണ്, നല്ല സുഖമല്ലേ. AC-യുടെ അകത്തോ എന്തിനു കിടന്നാലും ഉറക്കം കിട്ടത്തില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലേ. മനസ്സമാധാനം ഉണ്ടാകുന്നത് വസ്തുക്കളല്ല, പുറത്തുള്ള വസ്തുക്കളല്ല. അകത്ത് നിന്നാണ് നമ്മൾ ശാന്തത കണ്ടെത്തേണ്ടത്. സ്വരൂപത്തിലാണ് നമ്മൾ ശാന്തതയിൽ എത്തേണ്ടത് അല്ലേ. എത്ര വലിയ രോഗം ബാധിച്ചോട്ടെ, എത്ര വലിയ കഷ്ടതകൾ നമുക്ക് വന്നോട്ടെ, അത് നമ്മുടെ പ്രകൃതിയുടെ ഫലമായി നമുക്ക് വന്നതാണെന്നും അതിന് നമുക്ക് തരണം, അത് തരണം ചെയ്തു കൊള്ളും, അതിനുള്ള ശക്തിയും എന്നിൽ ദൈവം തന്നിട്ടുണ്ട് എന്നൊന്ന് വിശ്വസിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉറക്കം വരും. കാരണം നമ്മളല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. നമുക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളല്ല അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ആ ഈശ്വരനെ സമർപ്പിച്ചു കൊണ്ട് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചാൽ പറ്റും നമുക്ക്. കാരണം നമ്മൾ ദുഃഖിച്ചുകൊണ്ട് മാറാവുന്നതാണോ? അല്ലല്ലോ. അപ്പോൾ ഇതൊരു വലിയ ഉറപ്പാണ് ഉപനിഷത്ത് തരണം കേട്ടോ. ഒത്തിരി സങ്കടങ്ങളെയൊക്കെ നമുക്ക് അതിക്രമിക്കാൻ പറ്റും ഈ ഇത്തരത്തിലുള്ള ഉപനിഷത്ത് പഠനങ്ങൾ കൊണ്ട്. അതായത് നമ്മൾ പറഞ്ഞു, ഉപനിഷത്ത് പഠിക്കുന്നത് പണ്ഡിതയാകാനോ പഠിപ്പിക്കാനോ അല്ല, ഞാൻ ആരൊക്കെയാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആ മമകാരത്തെ നിഷേധിക്കാൻ, ഞാനെന്ന ഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ തിന്മയെ അറിയുവാനും തിന്മയിൽ രമിക്കുവാനുമുള്ള ശക്തിയാണ് ആസുരം. തിന്മയെ അറിയാൻ, തിന്മയിൽ രമിക്കാനുള്ള ശക്തിയാണ് ആസുരം. ആസുരൻ ലോകം എന്ന് പറഞ്ഞാൽ തിന്മയിലേക്കുള്ള സഞ്ചാരമാണ്, തിന്മയിൽ രമിക്കാനുള്ള ശക്തിയാണ്. ആ ശക്തി നമ്മളെ കൂരിരുട്ടിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അന്ധേന തമസ ആവൃതാഹ, കൂരിരുട്ടിൻ്റെ ലോകത്തേക്ക് ആ ശക്തി നമ്മെ കൊണ്ടുപോകുന്നു. അപ്പോൾ ആസുരം ലോകമൊന്നുണ്ട്, കൂരിരുട്ടാലതാവൃതം, മോഹമാർന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. അപ്പോ ഏകേച്ച ആത്മഹനാഹ ജനഃ, ഏകേച്ച, അത് അടുത്ത ആ മന്ത്രം എഴുതുക. ഏകേച്ച ആത്മഹനഃ ജനാഹ, അതായത് ആത്മഹന്ത മോഹം മൂലം അജ്ഞാന നിമിത്തം ആത്മഘാതികളായി തീർന്ന മനുഷ്യർ, ആത്മഹത്യ ചെയ്യുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം, ആത്മഹന്താക്കളായി തീർന്ന മനുഷ്യർ. യാതൊരുവൻ ആത്മഹന്താക്കളായി യാതൊരുവർ ഭവിക്കുന്നുവോ അവർ തന്നെത്താൻ ഹനിക്കുന്നവരാണ് ആത്മഹന്താക്കൾ. തന്നെത്താൻ ഹനിക്കരുത്. അതായത് അവിടെ നമ്മൾ ഭഗവത്ഗീതയിലെ ശ്ലോകം 6-ാം അധ്യായം ശ്ലോകം 5 6-ാം അധ്യായം ശ്ലോകം 5, 6, 7 അതിൻ്റെ അടുത്ത് കാണും. അത് ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഉദ്ധരേത് ആത്മനാ ആത്മാനം, ആത്മാവിനെ കൊണ്ട് ആത്മാനം, ആത്മാവിനെ ഉദ്ധരേത് യോഗനിഷ്ഠമാക്കണം, ഉദ്ധരിക്കണം. നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കണം എന്നാണ് പറയുന്നത്. എന്തിനെ കൊണ്ട് തന്നെ? ആത്മാവിനെ കൊണ്ട്, ആത്മശക്തി കൊണ്ട് തന്നെ
നമ്മുടെ സ്വരൂപത്തെ കൂടുതൽ കൂടുതൽ യോഗനിഷ്ഠമാക്കണം. ആത്മാനം ന അവസാദേത്, അതായത് ആത്മാവിനെ അവസാദേന്ന് പറഞ്ഞ താഴ്ത്തിക്കളയരുത്, അധപ്പതിപ്പിക്കരുത്. എങ്ങനെ? കർത്തൃത്വ ഭോക്തൃത്വാദികൾ വെച്ചുകൊണ്ട് ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. എന്തെല്ലാം കാര്യത്തിനാണ് വഴക്ക് കൂടുന്നത്, എന്തെല്ലാം കാര്യത്തിനാണ് വാശി പിടിക്കുന്നത്, എന്തെല്ലാം കാര്യത്തിനാണ് അഹങ്കൃതരാകുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, ആത്മാവിന് കർത്തൃത്വ ഭോക്തൃത്വാദികൾ കൊടുത്തുകൊണ്ട് അതിനെ അവസാദേത്, താഴ്ത്തിക്കളയല്ലേ, ഉയർത്തണം. ഉദ്ധരേത്, അവനവൻ തന്നെ അവനവന്റെ സ്വരൂപത്തെ ഉയർത്തണം. നമ്മൾ എപ്പോഴും പറയാറില്ല, ഞാൻ എന്നെ കൊണ്ട് യാതൊരു കഴിവുമില്ല, ഞാൻ ആരാണ്, ഞാൻ എപ്പോഴും നമ്മളെ പതിപ്പിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരു കഴിവില്ലാത്തവനാണ്, എനിക്ക് സൗന്ദര്യം ഇല്ലാത്തവളാണ്, അല്ലേ? നമ്മളിങ്ങനെ ഓരോന്നും നമ്മളെ തന്നെ ശാരീരികമായി പോലും അങ്ങനെ തന്നെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആരെ പുകഴ്ത്തുക, നമ്മളെ പുകഴ്ത്തിയില്ലെങ്കിൽ, അല്ലേ? അപ്പോൾ നമ്മൾ പുകഴ്ത്തേണ്ടത് നമ്മുടെ ഭൗതികതയല്ല, ആത്മീയതയെ ഉദ്ധരിപ്പിക്കുക. ഉദ്ധരേത് വളരെ നല്ലൊരു ശ്ലോകമാണ് കേട്ടോ ഈ ഭഗവത്ഗീതയുടെ. ഉദ്ധരേത് ആത്മനാത്മാനം, അതിവിടെ നമുക്ക് കറക്റ്റാണത്. ന ആത്മാനം ന അവസാദേത്, ആത്മാവിനെ ഒരിക്കലും പതിപ്പിച്ച് കളയരുത്. ഹി ആത്മയേവ ആത്മനഃ ബന്ധു. ഇവിടെയാണ് ഈ ഒരു പോർഷൻ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ബന്ധു. ഹി ആത്മായേവ ആത്മനഃ ബന്ധു. എന്തോ? അതെ 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 അതെ, കറക്റ്റ്. അപ്പോ ആത്മാ ഏവ ആത്മനഃ ബന്ധു, ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ബന്ധു. ആത്മൈവ ഹി രിപുരാത്മനഃ, ആത്മാവിന്റെ ശത്രുവും ആത്മാവ് തന്നെയാണ്. അതായത് അവിവേകം കൊണ്ട് നമ്മൾ ഈ അജ്ഞാനമായ കൂരിരുട്ട് കൊണ്ട് നമ്മൾ ഇതിനെ പതിപ്പിച്ച് കളയും, അവിവേകം കൊണ്ട്. അതാണ് പറഞ്ഞത്, ആത്മാവിന്റെ ശത്രുവും നമ്മളാണ്. ജ്ഞാനം കൊണ്ട് ഇതിനെ തെളിയിപ്പിക്കുന്നവൻ ആത്മാവിന്റെ ബന്ധുവാണ്. അപ്പൊ ആത്മബന്ധു ആകണോ ആത്മശത്രു ആകണോ? അതാണ് ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ആത്മശത്രുവായിട്ട് മാറരുത്. പുറമെനിക്ക് നടന്നത് കൊണ്ടോ, ലിപ്സ്റ്റിക് ഇട്ട് നടന്നത് കൊണ്ടോ, ശരീരം മോടി കൂട്ടിയത് കൊണ്ടോ, വീട് മോടി കൂട്ടിയത് കൊണ്ടോ, കാറിന്റെ വില കൂടിയത് കൊണ്ടോ ഒന്നും നമ്മളുടെ ആത്മാവ് ഉദ്ധരിക്കുന്നില്ല. ആത്മാവ് ഉദ്ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സത്യം അറിയണം, സത്യോന്മുഖമായി സഞ്ചരിക്കണം. അപ്പോൾ ഇക്കാലം അത്രയും ഓടിക്കൂട്ടിയത് എന്തിനു ഉദ്ധരിക്കാനായിരുന്നു? ആലോചിച്ച് നോക്കൂ. ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ തീർച്ചയായും ഈ ആസുരൻ ലോകങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. മനുഷ്യജന്മം തന്നല്ലേ, അതിന്റെ ശ്രേഷ്ഠത അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയുടെ ശ്ലോകം നിങ്ങൾ കണ്ടെത്തുക, നെറ്റിലൊക്കെ കിട്ടും. ഭഗവത്ഗീത 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം ഉദ്ധരേ, അത് കാണാതെ പഠിക്കുക കേട്ടോ, വൈകട്ട് ചെയ്യാതെ. എന്നിട്ട് അത് വൈകട്ട് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ തന്നെ ബന്ധുവായി മാറണം, ശത്രുവായി മാറരുത് എന്നർത്ഥം. അപ്പോ ഇവിടെ പറയാണ് ഏകേച്ച, യാതൊരുവരാണ് ആത്മഹനഹ ജനഹ, മോഹമാർന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ഈ ശരീരം ഇടുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ജോലി നമുക്കുണ്ട്. ഇനി നമുക്കൊന്ന് മരിച്ചാൽ മതി എന്ന് നമ്മൾ പറയാറില്ലേ? ഒരുവിധ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തു വന്നപ്പോൾ നീ നിന്നോടുള്ള ഉത്തരവാദിത്തം തീർത്തിട്ടുണ്ടോ? ഇല്ല. അതാണ് മോഹമാർന്ന് ഇവിടുന്ന് പോകരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, അവസാനിക്കാത്ത ആഗ്രഹങ്ങളുടെ പുറകെ പോയിട്ട് സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരാണ് ആത്മഹന്താക്കൾ. അവിടെ കുറിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ എഴുതാം. അവസാനിക്കാത്ത ആഗ്രഹങ്ങളുടെ പുറകെ പോയിട്ട് അത് സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരാണ് ആത്മഹന്താക്കൾ. ആത്മഹന്താക്കൾ ആരാന്ന് ചോദിച്ചാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പോയിന്റ് നിങ്ങൾ ചിന്തിച്ച് വലുതാക്കി എടുക്കുക, സ്വയം ഉത്തരം കണ്ടെത്തുക. അല്ലാതെ നമ്മൾ കുറുകെ കുറിച്ച് വെച്ചിട്ട് അത് പഠിക്കുന്നതല്ല പഠനം. സ്വയം ഉത്തരം തന്നിൽ നിന്ന് കണ്ടെത്തുക.
നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുക. അപ്പോൾ അഹന്താക്കൾ ആരാന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങളുടെ പുറകെ പോയിട്ട് ആ സത്യത്തെ അറിയാതെ നടക്കുന്നവരാണ്. ഇനി അതായത് അതുകൊണ്ടാണ് രമണ മഹർഷിയൊക്കെ എപ്പോഴും ചോദിക്കും, ഞാൻ ആരാണെന്ന് വിചാരം ചെയ്യുമോ? കോഹം. ഗുരു നമ്മളോട് ചോദിച്ചില്ലേ, കോഹം കുതോ ജഗത്. ശിഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും സത്യമില്ല എന്നറിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് ഒരു ജിജ്ഞാസു ആയി എത്തിയപ്പോൾ ചോദിക്കുന്ന ആദ്യം കോഹം എന്നാണ്. നീ ആരാണെന്ന് വിചാരം ചെയ്യൂ? കുതോ ജഗത്, ഈ പ്രപഞ്ചം, നിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ പ്രപഞ്ചം എന്താണ് എന്ന് വിചാരം ചെയ്യൂ. അതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആരാണെന്ന് ചോദിക്കുക. ഞാൻ കുസുമാണോ? അല്ലേ? ഞാൻ ഭാർഗവിയാണോ? അല്ല. അതിനപ്പുറം ഞാൻ ആരാണെന്ന് ചിന്തിക്കുക. അതറിയാതെ ജീവിക്കുന്നവൻ ആത്മഹന്താവാണ്. അതടുത്ത പോയിന്റ് അല്ലേ? ആഗ്രഹങ്ങളുടെ പുറകെ പോയി സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ ആത്മഹന്താവാണ്. ഞാൻ ആരാണെന്നറിയാതെ ജീവിക്കുന്നവൻ ആത്മഹന്താവാണ്. ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അറിയാം എനിക്കറിയാം ഞാൻ ആരാന്നൊക്കെ പറഞ്ഞു. അതിൽ തന്നെ വലിയൊരു അഹന്തത. എനിക്കറിയാം ഞാൻ ആരാ കേട്ടിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ആരാണെന്നൊക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ശരീര ബുദ്ധി മനസ്സുകൾക്കൊക്കെ അതീതമായ ആ നിശ്ചലമായ സത്യമാണെന്ന് വിചാരം ചെയ്ത് ഉറപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് അറിയാതെ ഈ ലോകം കടന്നു പോകുന്നവൻ ആത്മഹന്താവാണ്. അങ്ങനെയുള്ളവൻ ജീവിക്കുന്നത് അജ്ഞാനത്തിൻ്റെതായ കൂരിരുട്ടിലാണ്. സ്വയം അറിയാതെ യാത്ര നിർത്തി പോകുന്നവർ എത്തപ്പെടുന്നത് കൂരിരുട്ടിൽ തന്നെയാണ്. അവനാണ് സ്വന്തം ജീവിതത്തെ ആസുര ലോകമാക്കി മാറ്റുന്നത്. സത്യമറിയാതെ ജീവിക്കുന്നവരാണ് ഈ ലോകത്തെ ആസുര ലോകമാക്കി മാറ്റുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള, എല്ലാവരും പഠിക്കേണ്ടതായ ഒരു ശ്ലോകമാണിത്. കാരണം ആസുരമായൊരു ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോകം തൻ്റെ മുന്നിലേക്ക് വന്നത്? താൻ തന്നെ സൃഷ്ടിച്ച ലോകത്തിൽ താൻ തന്നെ കണ്ണീരണിഞ്ഞ് ജീവിക്കുമ്പോൾ സത്യമറിയാനുള്ള ഒരു പ്രതീക്ഷ, സത്യമറിഞ്ഞ് ജീവിക്കുമ്പോൾ ഈ ജീവിതം ശാന്തമാക്കാനുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഉപനിഷത്ത് തരികയാണ്. അപ്പോൾ അടുത്തത്, ആത്മഹന്താക്കൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്വന്തം ജീവിതത്തെ ആസുര ലോകമാക്കി മാറ്റുന്നത് സത്യമറിയാത്തവരാണ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അവരെങ്ങനെയുള്ളവരായിരിക്കുന്നു നേരത്തെ പറഞ്ഞു. വിഷയാസക്തി കൊണ്ട് വീണ്ടും ജനിക്കുന്നു. പുനരാവർത്തിക്ക് ഹേതുഭൂതമായി അങ്ങനെ തീരുന്ന ജന്മമാണ് ആസുര ലോകം. വിഷയാസക്തി കൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വരുന്ന, ആ ജന്മം എടുക്കേണ്ടി വരുന്നതിനെയാണ് ആസുര ലോകം എന്ന് പറയുന്നത്. ആത്മഹാദികളായ മനുഷ്യർ അങ്ങനെയുള്ള ജന്മങ്ങളെ പ്രാപിച്ചിട്ട് വീണ്ടും വീണ്ടും സംസാരത്തിൽ അധീനരായി സംസാരത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മഹാദികൾ ഇവിടെ ജനന മരണ ചക്രം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ഗുരു പറഞ്ഞ പോലെ നമ്മൾ എഴുതുന്ന ഗുരുവിന്റെ തർജ്ജമ നോക്കൂ. മോഹമാർന്ന ആത്മഹന്താക്കൾ, മോഹമാർന്ന അജ്ഞാനം പൂണ്ട ആത്മഹാദികൾ. ഒരു കറക്റ്റ് തർജ്ജമയാണ് അവിടെ തന്നിരിക്കുന്നത്. സംശയം പോലും നമുക്കില്ല. അപ്പോൾ ആത്മഹാദികൾ ആരാന്ന് ചോദിച്ചാൽ സത്യസാക്ഷാത്കാരത്തിനായി ആരാണ് ആത്മഹാദി? സത്യസാക്ഷാത്കാരത്തിനായി മനുഷ്യജന്മം തന്നു, നല്ല പ്രബലമായ അന്ധകരണം തന്നു. എന്നിട്ടും ശാസ്ത്രവിഹിതമായ രീതിയിൽ നിവൃത്തികർമ്മമോ പ്രവൃത്തികർമ്മമോ ചെയ്ത് സത്യത്തിലേക്ക് എത്താത്തവരാണ് ആത്മഹാദികൾ. ഒന്നുകൂടെ പറയാം. മനുഷ്യജന്മം കിട്ടിയിട്ടും ശാസ്ത്രവിഹിതമായ രീതിയിൽ നിവൃത്തി മാർഗത്തെയോ പ്രവൃത്തി മാർഗത്തെയോ, നമ്മൾ ആദ്യം നിവൃത്തി മാർഗം പറഞ്ഞില്ലേ ഉപനിഷത്ത്? ഒന്നാമത്തെ ശ്ലോകം നിവൃത്തി മാർഗമാണ് പറഞ്ഞത്, രണ്ടാമത്തെ ശ്ലോകം പ്രവൃത്തി മാർഗമാണ് പറഞ്ഞത്. അപ്പോൾ ആത്മസത്യസാക്ഷാത്കാരത്തിന് ആവശ്യമായ ആ മനുഷ്യജന്മം തന്നെ ലഭിച്ചിട്ടും ശാസ്ത്രവിഹിതമായ രീതിയിൽ
നിവൃത്തി മാർഗമോ പ്രവൃത്തി മാർഗമോ സ്വീകരിച്ച്, മനുഷ്യ ശരീരം കിട്ടിയിട്ടും പ്രവൃത്തി മാർഗമോ നിവൃത്തി മാർഗം, നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ നേരിട്ട് ആത്മസ്വരൂപത്തിലേക്ക് എന്താ പറയുക, ഈശൻ മാത്രമാണ് ഇവിടെ ജഗത്തിലുള്ളത്. ഞാനും ആ ഈശനോട് ചേർന്നിരിക്കുന്ന ഈശൻ തന്നെയാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നതാണല്ലോ നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗം കർമ്മം ഈശ്വരനിൽ സമർപ്പിതമായി കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മാർഗവും സ്വീകരിക്കാതെ, ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാതെ, വിഷയാസക്തി കൊണ്ട് ലൗകിക ഭോഗങ്ങളിൽ ആമഗ്നരായി കഴിയുന്നവരാണ് ആത്മഘാതികൾ. നോക്കി അവരെയൊക്കെ കാത്തിരിക്കുന്ന എന്ത് വലിയ ജന്മപതനം തന്നെയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അതായത് വിഷയാസക്തി കൊണ്ട് ലൗകിക ഭോഗങ്ങളിൽ ആമഗ്നരായി കഴിയുന്നവരാണ് ആത്മഘാതികൾ. അപ്പൊ എന്തൊക്കെയോ ഒരു പുണ്യത്തിൻ്റെയൊക്കെ ഫലമല്ലേ നമുക്കൊക്കെ ഇങ്ങനെ ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ പറയാനും, ഉപനിഷത്ത് മന്ത്രങ്ങൾ നമ്മുടെ ചെവിയിൽ കിട്ടാനും, മനുഷ്യജന്മം ഇത്രയൊക്കെ ഉള്ളൂ എന്നറിയാനും, അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഒരു ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആത്മരഹസ്യം അറിയാതെ അവരവരെ സംബന്ധിക്കുന്ന പൂർണ്ണമായ അജ്ഞതയോടുകൂടി ജീവിക്കാനിടയാകുന്നത് സ്വയം കൊല്ലുന്നതിന് തുല്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആത്മരഹസ്യം, ആത്മാവെന്നുണ്ട് എന്ന് പോലും അറിയാതെ അവരവരെ സംബന്ധിച്ച് പൂർണ്ണമായ അജ്ഞതയോടെ ജീവിക്കാനിടയാകുന്നത് സ്വയം കൊല്ലുന്നതിന് തുല്യമാണ്. ആത്മഹത്യ ചെയ്യുമെന്ന് പറയില്ലേ, ആത്മാവിനെ അല്ലല്ലോ കൊല്ലണം, ശരീരത്തെ അല്ലേ കൊല്ലണത്. ശരീരത്തെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല. അതും സൂക്ഷ്മ ശരീരത്തെയും കൊല്ലാൻ പറ്റില്ല. ആ സ്ഥൂലമായ ശരീരത്തെ മാത്രം നശിപ്പിക്കും, സൂക്ഷ്മ ശരീരം പിന്നെയും മറ്റൊരു ശരീരത്തിലേക്ക് വരും. അപ്പൊ ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലെ. ഇവിടുത്തെ ആത്മഹത്യ വേറെയാണ്, ആത്മാവിനെ പതിപ്പിച്ച് കളയാതിരിക്കുക എന്നർത്ഥം. അപ്പോ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അച്ഛനാണ്, ജന്മമില്ലാത്തവനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്, പണ്ടേ മുതലുള്ളതാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം ഹനിക്കപ്പെടുമ്പോൾ ഇവൻ ഹനിക്കപ്പെടുന്നില്ല. അതാണ് ആത്മാവിന്റെ സ്വരൂപം. ജനന മരണങ്ങൾ ആത്മാവിനില്ല, വെറും ഈ ജഡം, ഈ വിറക് കൊള്ളിയാണ് നശിച്ചു പോകുന്നത് അല്ലെ. ആ വിറക് കൊള്ളി എന്താ പറയുക, ഉണ്ടായി നിലനിന്ന് പരിണമിച്ചുകൊണ്ടിരിക്കുക, അതാണ് പോകാനുള്ളത്. അതിനെ ചൊല്ലിയല്ലേ എന്തെല്ലാം കലഹങ്ങളാണ് ലോകത്ത് നടക്കുന്നത് അല്ലെ. അപ്പം ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആത്മരഹസ്യം അറിയാതെ അവരവരെ സംബന്ധിക്കുന്ന പൂർണ്ണമായ അജ്ഞതയോടുകൂടി ജീവിക്കാൻ ഇടയാകുന്നതാണ് സ്വയം കൊല്ലുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ളവരാണ് ആത്മഹന്താക്കൾ. അങ്ങനെയുള്ളവർ എത്തിച്ചേരുന്നത് ആസുരമായ ലോകത്താണ്. പ്രേത്യ എന്ന് വെച്ചാൽ തൽക്കാല ശരീരം ഉപേക്ഷിച്ചാൽ, ഏകേച്ച ആത്മഹനഃ ജനാഹ. അടുത്ത മന്ത്രത്തിന്റെ നോക്കിക്കേ. അസൂര്യ നാമത്തെ ലോകാഹ അന്ധേന തമസാവൃതാഹ താംസ്തേ താൻ അവര് പ്രേത്യ അഭിഗച്ഛന്തി. ഈ തത്കാല ശരീരം വിട്ടാൽ അവരെത്തിച്ചേരുന്നു. എവിടെയാ എത്തിച്ചേരുന്നത്? ആസുരം ലോകങ്ങളിൽ അവര് എത്തിച്ചേരുന്നു എന്നർത്ഥം. ആത്മഹാദികളായ ജനങ്ങൾ ആസുര ലോകങ്ങളിൽ എത്തിച്ചേരുന്നു എന്ന് ഉപനിഷത്ത് പറയും. അതായത് തിന്മയെ അറിയാനും, അത് വേണമെന്ന് കുറിച്ചോട്ടാ, തിന്മയെ അറിയാനും തിന്മയിൽ രമിക്കുവാനുമുള്ള കഴിവാണ് ആസുരം. നേരത്തെ പറഞ്ഞാണ് ആസുരം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഒരു ഒറ്റ ഡെഫിനിഷനാണ്. തിന്മയാണ് നല്ലത്, അല്ലെങ്കിൽ തിന്മയെ അറിഞ്ഞിട്ട് അതെനിക്ക് ചെയ്യണമെന്ന് കരുതി അത് ചെയ്യുക മാത്രമല്ല അതിൽ അഭിരമിക്കുന്നതിനാണ് ആസുരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൗതിക ജീവിതവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയുമ്പോൾ തീർന്നത്, ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ പറയുമ്പോൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചേ, എടുത്ത് നിർത്തിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ജാഗ്രതയിൽ
നമ്മുടെ കൈയും കണ്ണും കാലും മൂക്കും ഒക്കെ ഉണർന്നിരിക്കുന്ന ഈ സമയമാണ് ജാഗ്രത അവസ്ഥ. നമ്മൾ പകല് ജോലി ചെയ്യുന്ന ഒക്കെ സമയത്ത്, ഉണർന്നിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നിരവധിയായ വിഷയങ്ങൾ, നമ്മൾ ഭൗതിക വിഷയങ്ങളിൽ ഇടപഴകുന്നുണ്ട്. അപ്പോൾ ആ ഇടപഴകുന്ന വിഷയങ്ങളിൽ ചിലവ വെറുതെ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇന്നത്തെ ദിവസങ്ങളിൽ എന്താണ് നമ്മുടെ സ്മൃതിപഥത്തിൽ മറയാതെ തെളിഞ്ഞു നിൽക്കുന്നത്, അത് നമ്മൾ ഇന്നെടുത്ത വാസനയാണ്. അത് സ്മൃതിയായിട്ട്, ഇരുട്ടായിട്ട്, ഇരുട്ടിൻ്റെ രൂപത്തിൽ നമ്മളിലുണ്ടാവും. പലതും നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നു പോകും. പക്ഷെ ചില കർമ്മങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കും. ഒന്നും നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ സമാധാനം, ശാന്തി. പക്ഷെ സേവ് ചെയ്തേക്കണ എന്താണോ അത് സ്മൃതിയുടെ രൂപത്തിൽ ഇരുട്ടായിട്ട് നമ്മളിലുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ സ്മൃതി സംസ്കാരത്തിൽ നിന്ന് തന്നെ അത് മറ്റൊരു ലോകം സൃഷ്ടിച്ച് അത് ആ ഉറക്കം തീരുമ്പോൾ അത് തന്നിലേക്ക് തന്നെ സ്വപ്നത്തിൽ തൈജസ രൂപത്തിൽ ആത്മാവിൽ തന്നെ അത് ഇരുട്ടായിട്ട് മാറുന്നുണ്ട്. അതും ഒരു ജാഗ്രതയിലെ അനുഭവങ്ങളും ആ അനുഭവം സംസ്കാരമായി എടുത്ത് നമ്മൾ സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം കണ്ട് തീർന്നപ്പോഴുള്ള അനുഭവവും ഇരുട്ടായിട്ട് നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ നല്ലതായിട്ട് ഉറങ്ങി, ഇപ്പോൾ നമ്മുടെ മനസ്സും ഇല്ല, ശരീരവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഉറങ്ങിയപ്പോഴും നമ്മൾ സ്വരൂപത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ എത്തി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താത്ത ഒരു ഇരുട്ട് നമ്മുടെ സ്വരൂപത്തിനും നമ്മളുടെ ചൈതന്യത്തിനും ഇടയിലുണ്ട്. നമ്മുടെ പ്രാണനും ആ ചൈതന്യത്തിൻ്റെ ഇടയിൽ ഒരു ഊരിരുട്ടുണ്ട്. ആ ഇരുട്ടിനെയാണ് കാരണശരീരം എന്ന് പറയുക. ആ ഇരുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ സ്വരൂപത്തിൽ എത്തിയിട്ടാണ് സുഖിച്ചത് എന്ന് നമ്മൾ മറന്നുപോയത്. ആ ഇരുട്ടിൽ നിന്നാണ് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അനുഭവങ്ങൾ പൊങ്ങി വരുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന ഓരോ എക്സ്പീരിയൻസസും ഇരുട്ടായിട്ട് മാറുകയാണ്. ജാഗ്രതത്തിലുണ്ട് അനുഭവങ്ങൾ, സ്വപ്നത്തിലുണ്ട്, സുഷുപ്തിയിൽ ഈ അനുഭവം എല്ലാം കൂടി കാരണ ശരീരമായിട്ട് ഒരു ഇരുട്ടിൻ്റെ രൂപത്തിൽ നിൽക്കും. അതിൽ നിന്നാണ് വീണ്ടും നമ്മൾ ഉണർന്നു വരുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ, ആ സംസ്കാരം ഉള്ളത് കൊണ്ടാണല്ലോ ഉറങ്ങിയാൾ തന്നെ എഴുന്നേറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബ്രഹ്മസൂത്രത്തിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഉറങ്ങിക്കഴിയുമ്പോൾ ഈശ്വരന് ലയിച്ചെന്ന് വെച്ചോ, ലയിച്ച ആൾക്ക് പിന്നെ എങ്ങനെ ഒരു വെള്ളത്തുള്ളി സമുദ്രത്തിലേക്ക് ലയിച്ചാൽ ആ വെള്ളത്തുള്ളിക്ക് മാത്രം പിന്നെ വേറിട്ട് വരാൻ പറ്റുമോ? ഇല്ല. വെറുതെ ചിന്തിച്ചു നോക്കിയില്ല. അപ്പോൾ ഇത് ലയിക്കാതെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലയിക്കാനായിട്ട് അജ്ഞാനം കൂരിരുട്ട് മറയായി നിൽക്കുന്നത് കൊണ്ട് ലയിക്കില്ല. ആ മഹസ്സിൽ മറിഞ്ഞേ ഉള്ളൂ, മറിഞ്ഞു നിൽക്കുകയാണ് ഇരുട്ടിൻ്റെ രൂപത്തിൽ. അവൻ തന്നെയാണ് ആ സംസ്കാരവും ഇരുട്ടുമായിട്ട് തിരിച്ചു ഉണർന്നു വരുന്നത്. അപ്പോഴാണ് ഞാൻ കുസുമൻ തന്നെയാണ്, എനിക്ക് രാവിലെ ഞാൻ ദോശയ്ക്ക് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, രാവിലെ എനിക്ക് ദോശ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ഇരുട്ടുമായിട്ടാണോ പോയത് അത് തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഗുരു എങ്ങനെയാന്ന് വെച്ചാൽ ഉണർവിലും, അതാണ് ഗുരു പറഞ്ഞ, ഉണർവിലും ഉറക്കത്തിലും ഇടവിടാതെ ചിന്തിക്കുമാറാകണം എന്ന് ഗുരു ഗദ്യപ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചില്ലേ. ആ ഉറക്കത്തിലും നമ്മൾ ഉണർവോടെ ഇരിക്കണമെങ്കിൽ ഈ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കണം എന്നർത്ഥം. ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതായത് ജാഗ്രതത്തിലെടുക്കുന്ന അനുഭവങ്ങളും നമ്മളിൽ ഇരുട്ടാകുന്നുണ്ട്, സ്വപ്നത്തിലുണ്ടാകുന്ന അനുഭവങ്ങളും ഇരുട്ടാകുന്നുണ്ട്. ആ ഇരുട്ടാണ് നല്ല ഉറക്കത്തിൽ നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടും സുഖം അനുഭവിച്ചു എന്നറിയാം. പക്ഷെ ഈശ്വരനിൽ നിന്നാണ് ആ സുഖം അനുഭവിച്ചതെന്ന് എനിക്കറിയാൻ പറ്റണില്ല, കാരണം അവിടെ ഇരുട്ടുണ്ട്. അപ്പോൾ ഉണർവിലും ജാഗ്രത്തിലും ഉറങ്ങാതെ സത്യത്തിലിരുന്ന ഗുരുവാണ് നമുക്കിത് തർജ്ജമ ചെയ്തു തന്നത്. ഗുരുക്കന്മാരാണ് ഈ മന്ത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ കൂരിരുട്ടിൻ്റെ ലോകം നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മളുടെ വാസനയിൽ പ്രബലമായ വാസനകളാണ് ഈ ഇരുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സത്യം അറിഞ്ഞു തുടങ്ങിയാൽ തന്നെ ഇരുട്ടിൻ്റെ കാഠിന്യം കുറയും എന്ന് പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആ ശ്ലോകം ഒന്ന് ചൊല്ലി സമർപ്പിക്കാം നമുക്ക്, അല്ലേ? അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ
അതിൻ്റെ തർജ്ജമ ഇങ്ങനെയാണ്: ആസുരം ലോകമൊന്നുണ്ട്, ആസുരം ലോകമൊന്നുണ്ട്, ഊരിരുട്ടാലതാവൃതം, മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്.